യെസ്, ലൈവ് റിപ്പോർട്ട്സ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം കിടക്കുന്നത്. SDPI ഭീകരത ക്ഷേത്രങ്ങളോടും. തിരുവനന്തപുരത്തെ ഇസ്ലാമിക ഭീകരർ ശിവക്ഷേത്രം പൂട്ടി. ആറാലുമൂട് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ ഈ അതിക്രമം. വൻ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തുണ്ട്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഭൂമിയിലെന്ന് കാട്ടി SDPI നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നഗരസഭ ക്ഷേത്രത്തിൽ നോട്ടീസ് പതിപ്പിച്ചത്. പുറത്തുനിന്ന് വന്നിട്ടുള്ള 4 SDPI നമുക്കറിയാമല്ലോ, ഭീകരവാദ സംഘടന. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുഖത്ത് നോക്കിയിട്ടൊരു മുദ്രാവാക്യം വിളിച്ച് നമുക്കറിയാമല്ലോ, മര്യാദയ്ക്ക് ജീവിച്ചില്ലേൽ അവിലും മലരും കുന്തിരിക്കവും കരുതിക്കോ, നിൻ്റെയൊക്കെ കാലന്മാർ ഇതാ വരുന്നു എന്ന് പറഞ്ഞ ആ ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ SDPI ആണ്. ഈ പരിസരത്തൊന്നുമല്ലാത്ത 4 പേര് വന്ന് നഗരസഭയുടെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന കവാടത്തെ ഗേറ്റിട്ട് പൂട്ടിയിരിക്കുന്നത്. യെസ്, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കരമംഗൽ ചേരുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗൽ, ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രശാന്ത് പുറത്തു കൊണ്ടുവന്നത്. ആരാണ് ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് അധികാരം നൽകിയത് ഹിന്ദു ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടാൻ? മാത്രമല്ല, ഈ SDPI ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന ഒരു നിലപാടല്ലേ ഈ നഗരസഭയും സംസ്ഥാന സർക്കാരും ഒക്കെ സ്വീകരിക്കുന്നത്? പ്രശാന്ത്, ബാലരാമപുരത്ത് ആറാലുമൂട് എന്ന സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയകോണം ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നഗരസഭ താഴിട്ട് പൂട്ടിയത്. ഭക്തർ പൂജയ്ക്ക് ക്ഷേത്ര ദർശനത്തെത്തുന്ന സമയത്തായിരുന്നു ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. SDPIയുടെ പരാതിയിൽ മേലാണ് ഇത്തരത്തിൽ ക്ഷേത്രം താഴിട്ട് പൂട്ടുന്ന നിലയിലേക്ക് ചെന്നെത്തിയത് എന്നാണ് ഭക്തർ അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ആരോപിക്കുന്നത്. പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദിയും മറ്റ് ഹൈന്ദവ സംഘടനകളും ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് ബാലരാമപുരത്താണ് ആറാലുമൂട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രം. വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ്, ഈ ക്ഷേത്രഭൂമിയാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. പതിറ്റാണ്ടുകളായിട്ട് തന്നെ ഇവിടെ വെച്ചാരാധന സമ്പ്രദായം നടന്നു വന്നൊരു ക്ഷേത്രം കൂടിയാണ്. നേരത്തെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി, അദ്ദേഹവും കുടുംബവും എല്ലാം വെച്ചാരാധിച്ചു വരുന്നൊരു ഭൂമി തന്നെയായിരുന്നു. ആ ഭൂമിയാണ് പിന്നീട് അദ്ദേഹം മറ്റ് ഈ ഭക്തർക്കായി നൽകുന്നത്. ഭക്തരെ തുടർന്ന് ഈ ക്ഷേത്രത്തിലൊരു ദേവപ്രശ്നം അടക്കം നടത്തുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് ക്ഷേത്രം ഉപദേവതകളെ കൂടി സ്ഥാപിച്ചുകൊണ്ട് ക്ഷേത്രം പുനരുദ്ധരിക്കുന്ന നിലയിലേക്ക് എത്തുകയും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നഗരസഭാ സെക്രട്ടറി, തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറി ഇത്തരത്തിലൊരു നോട്ടീസ് പതിച്ചുകൊണ്ട് ക്ഷേത്രഭൂമിയുടെ മുൻ പ്രവേശന കവാടത്തിൻ്റെ മുൻവശത്ത് അത് ഗേറ്റ് താഴിട്ട് പൂട്ടുകയും നോട്ടീസ് പതിക്കുകയും ചെയ്തത് അനധികൃതമായിട്ട്, അല്ലെങ്കിൽ ഈ നഗരസഭയുടെ അനുവാദമില്ലാതെ ക്ഷേത്രഭൂമിയിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും എന്നത് അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഗേറ്റ് താഴിട്ട് പൂട്ടുന്നൊരു നിലയിലേക്ക് എത്തിയത്. തുടർന്ന് ഹൈന്ദവ സംഘടനകളും ഭക്തരും രംഗത്തെത്തുകയും ഈ വിഷയം നഗരസഭാ സെക്രട്ടറിയോട് ചോദിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഇത് പൂട്ടാൻ സാധിക്കുന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പൂട്ടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് SDPIയുടെ പരാതിയിന്മേലാണ്, അവരുടെ ഭീഷണിയിന്മേലാണ് ഇത് പൂട്ടുന്ന നിലയിലേക്ക് എത്തിയത്, പൂട്ടാൻ തീരുമാനിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നഗരസഭാ സെക്രട്ടറി പറഞ്ഞു എന്നാണ് ഹിന്ദു ഐക്യവേദിയും പറയുന്നത്. എന്തായാലും ഒരു ആരാധന സമ്പ്രദായത്തെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ വരച്ച വരയിൽ നിൽക്കാൻ സർക്കാരിന് എന്താണ് ഇത്ര താല്പര്യം, നഗരസഭയ്ക്ക് എന്താണ് ഇത്ര താല്പര്യം? ഒരു ഗൂഢ ലക്ഷ്യമില്ലേ അക്കാര്യത്തിൽ? ഒരു പരാതി നൽകുമ്പോൾ ആരെങ്കിലും ഒരു പരാതി നൽകിയാൽ ആ പരാതിയിന്മേൽ ഒരു അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട്. മാത്രമല്ല, ക്ഷേത്രം പോലൊരു ആരാധനാ സമ്പ്രദായം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ആരാധന കേന്ദ്രമാകുമ്പോൾ ആ ക്ഷേത്ര സന്നിധിയിലെത്തുകയും ആ ക്ഷേത്ര സന്നിധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്തരുണ്ടാകും. ആ ഭക്തരോടെല്ലാം ചോദിച്ചതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ചോദിക്കുകയും അവരോട് ഇതിൻ്റെ വിവരങ്ങൾ ആരാഞ്ഞതിന് ശേഷം മാത്രമേ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ അത്തരത്തിലുള്ള നടപടികളും ഈ നഗരസഭാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം ഒരു സംഘടന എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ SDPI എന്ന് പറയുമ്പോൾ അവരുടെ ഭീഷണിയിൽ വഴങ്ങിക്കൊണ്ട് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്ന നിലയിലേക്ക് ഒരു നഗരസഭാ സെക്രട്ടറി എത്തുക എന്ന് തന്നെ പറയുമ്പോൾ അത് ദൗർഭാഗ്യകരമാണ്. കാരണം അദ്ദേഹത്തിന് തന്നെ പേടിച്ച് നിൽക്കേണ്ട, അതായത് ഒരു നഗരസഭാ സെക്രട്ടറിക്ക് പോലും പേടിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ അവസ്ഥ, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര അവസ്ഥ എങ്ങനെ പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇവിടുത്തെ പോലീസ്
സംവിധാനം പിന്നെ ഒരു നോക്കുകുത്തിയായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഒരു നഗരസഭാ സെക്രട്ടറിക്ക് പോലും ഇത്തരത്തിൽ ഭീഷണിക്ക് വഴങ്ങേണ്ട ഒരു സാഹചര്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംവിധാനം എവിടെ പോയി നിൽക്കുന്നു എന്ന് നമുക്ക് ചോദ്യചിഹ്നമായിട്ട് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ഈ പറഞ്ഞ നടപടികൾ, അതായത് ഒരു SDPI പോലൊരു സംഘടന വന്ന് പറയുമ്പോൾ ആ സംഘടനയ്ക്ക് ഒത്തു കുടപിടിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ ആ സംഘടനയ്ക്കൊത്ത് നിലനിൽക്കുന്ന നിലയിലേക്ക് ഒരു നഗരസഭാ സെക്രട്ടറി മാറുകയും ചെയ്യുന്ന ഒരു നിലപാടാണ്, ഒരു നടപടിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഹൈന്ദവ സംഘടനകളെല്ലാം ഒന്നായി ഒറ്റക്കെട്ടായിട്ട് ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിലവറിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു നടപടിക്ക്, നഗരസഭാ സെക്രട്ടറിയുടെ ഈ നടപടിക്ക് അനുമതി നൽകുന്നതല്ല, അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കുന്നതല്ല. ആരാധനാ സമ്പ്രദായത്തെ നശിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളെയും ധർമ്മ ആചരണത്തെയും എല്ലാം നശിപ്പിച്ചുകൊണ്ട് നീങ്ങുന്ന നടപടിക്ക് ഒരിക്കലും അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടാകും. തുടർന്നും ക്ഷേത്രസന്നിധിയിലും ക്ഷേത്രത്തിന് പുറത്തുമായിട്ട് ഈ നടപടി, നഗരസഭാ അധികൃതരുടെ നടപടി പിൻവലിക്കുന്നതുവരെ, ഭക്തർക്ക് ക്ഷേത്രസന്നിധിയിൽ സുഗമമായി പ്രവേശിക്കാൻ കഴിയുന്നതുവരെ നിർണായകമായ വാർത്തയാണ് പ്രശാന്ത് എന്തായാലും പുറത്തു കൊണ്ടുവരുന്നത്. അതായത് ഈ SDPI ഭീകരത ക്ഷേത്രങ്ങളിൽ താണ്ഡവമാടുന്നു. അതായത് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ഒത്താശയും എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ജനം TV പുറത്തു കൊണ്ടുവന്നത്.